അപ്പോൾ ഗുഡ് മോർണിംഗ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം നട്ടപ്പാതിരയ്ക്ക് എണീറ്റൊരു ഫീലായിരുന്നു. ഈ നേരമൊന്നും കണ്ട് ശീലമില്ലല്ലോ. അങ്ങനെ ദേ ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുട്ടപ്പി ആയിട്ടുണ്ട്. കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. വേഗം ഡ്രസ്സൊക്കെ ചെയ്തു. നല്ല മഴയാണ് പുറത്ത്. കുളിക്കാൻ തന്നെ കാരണം ഞാൻ തലേന്ന് രാത്രി എനിക്ക് തോന്നുന്നു 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ കുളിച്ച് കിടന്നിട്ടുള്ളതാണ്. സോ ഞാൻ വേഗം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പം നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴിൽ കണ്ട പോലെ തന്നെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട് കേട്ടോ. ഞാൻ അധികം ആരോടും അങ്ങനെ പറയാത്ത നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതുപോലുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു മോഡലിംഗ് ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ആ ഒരു ആഗ്രഹം സഫലീകരിക്കാനുള്ളൊരു യാത്രയാണത്. അപ്പോൾ നമ്മൾ ഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ 2 കോസ്റ്റ്യൂമിലുണ്ട് ഫോട്ടോഷൂട്ട് വന്നിട്ട്. ഒന്നൊരു ബ്രൈഡൽ ലഹങ്കയും ഒന്നൊരു നോർമൽ ഒരു ഓണം ടച്ചൊക്കെ വരുന്നൊരു ധാവണിയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനും അപ്പും കൂടിയാണ് പോണത്. ഞങ്ങളൊരു 5 മണിയാകുമ്പോഴേക്ക് റെഡിയൊക്കെ ആയിട്ടുണ്ട്. ഒരു 5-5:15 ആകുമ്പോഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മേലാറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. മഴയൊന്ന് ചോർന്നു എന്ന് കണ്ടപ്പോൾ ആ തക്കം നോക്കി ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടുള്ളതാണ്. ദേ പെട്ടെന്ന് നേരം പരപരാന്ന് വെളുക്കുന്നുണ്ട്. നമ്മൾ 6:30-6:45 ആകുമ്പോഴേക്കാണ് കേട്ടോ മേക്കപ്പ് ആർട്ടിസ്റ്റ് ചേച്ചിയുടെ വീട്ടിലെത്തിയത്. ദേ ഇതാണ് ചേച്ചിയുടെ വീട് വന്നിട്ട്. അവിടെ ഒരു ക്യൂട്ട് പപ്പിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അതിന് കൂട്ടിലിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന ചേച്ചി വന്നിട്ട്. സാൻഡ്ര എന്നാണ് കേട്ടോ ആളുടെ പേര്. പുണ്യ മേക്ക് ഓവർ തന്നെയാണ് ആ ഒരു പേജിൻ്റെ പേര് കേട്ടോ ചേച്ചിയുടെ. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, ആദ്യമായിട്ടാണ് ആളെ ഞാൻ കാണുന്നതും നേരിട്ട്. പക്ഷെ ആ ഒരു എന്താ പറയുക, നേരിട്ട് കാണുകയെന്നൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വൈബായിരുന്നു. അപ്പോൾ എനിക്ക് ആളുടെ വീട് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, മൊത്തം സെറ്റ് ചെയ്തൊക്കെ വെച്ചത്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അവിടെയൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തായിരുന്നു. അങ്ങനെ നേരെ ഇതേ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. വേഗം തന്നെ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 9 മണിയാകുമ്പോഴേക്കെങ്കിലും മേക്കപ്പൊക്കെ തീരണം എന്ന് കരുതിയിട്ട് ആണ്. അപ്പോൾ വേഗം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു ടെൻഷനോ എന്തോ ഒരു വെപ്രാളോ എന്തൊക്കെയോ സംതിങ് ഒരു ഫീലായിരുന്നു കേട്ടോ. കാരണം ഇതെങ്ങനെയാ എന്താ ഇവരൊക്കെ എങ്ങനെ നമ്മളുടെ ഭയങ്കരമായിട്ട് കമ്പനി ആവുമോ, അത് ഒന്നും ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ പക്ഷേ ഞാൻ വിചാരിച്ച പോലെ ആയിരുന്നില്ല, എല്ലാവരും നല്ല കമ്പനിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ കണ്ണിൽ ലെൻസ് കുത്തിക്കയറ്റൽ ചടങ്ങായിരുന്നു. അത് കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ മേക്കപ്പിലോട്ട് കിടക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകുടാ വെള്ളം വരുമ്പോൾ നമ്മുടെ മേക്കപ്പ് അതിനനുസരിച്ച് പോവും. എനിക്ക് കുറച്ച് നേരം എടുത്തു കേട്ടോ ലെൻസ് സെറ്റാൻ വേണ്ടിയിട്ട്. ഒരു കണ്ണിൽ തീരെ അങ്ങോട്ട് സെറ്റ് ആവണില്ലായിരുന്നു. പിന്നെ എനിക്ക് വേറെ ലെൻസ് മാറ്റി വെച്ച് തന്നു കേട്ടോ. അപ്പോൾ പിന്നെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വേഗം തന്നെ അതേ മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കംപ്ലീറ്റ് അങ്ങനെ മേക്കപ്പ് സ്റ്റെപ്പ് അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേച്ചി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അതേ കണ്ണിൻ്റെ ലെൻസിൻ്റെ കളർ വന്നിട്ട് ഇതാട്ടോ ഒരു ബ്രൗൺ, ഒരു ഹണി ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ വന്നിട്ട് ഹെയർ റിമൂവ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഫേഷ്യൽ ഹെയർ ഉള്ളതാണ് എനിക്ക്. പക്ഷെ ആ ടൈം വെച്ചിട്ട് കുറച്ചൊരു ഓട്ടത്തിലായിപ്പോയി. അത് കാരണം ഞാനത് വിട്ടുപോയിട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു ചേച്ചിക്ക് പണിയായി. എന്തായാലും എനിക്ക് അവിടെ നിന്ന് ചെയ്തു തന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഹെയറൊക്കെ ഒന്ന് ക്രിംപ് ചെയ്തു. ഇത് ഏകദേശം ഫൈനൽ ലുക്കൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു മേക്കപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് കുറച്ചൊരു പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ലിപ്സ്റ്റിക്കും മേക്കപ്പ് എല്ലാം അങ്ങോട്ട് ഭയങ്കരമായിട്ട് ന്യൂഡാക്കണ്ടെന്ന് കരുതി. അപ്പോൾ ലിപ്സ്റ്റിക്ക് കുറച്ചുകൂടെ ഒന്ന് ബ്രൈറ്റ് ആക്കാമെന്ന് കരുതി കേട്ടോ. അപ്പോൾ ലിപ്സ്റ്റിക് ഷെയ്ഡൊന്ന് മാറ്റി തരുന്നുണ്ട്. അവിടെ റൂമിലാണെങ്കിൽ കുറച്ചൊരു വെളിച്ച കുറവുണ്ടായിരുന്നു. അതിനിടയ്ക്ക് ചേച്ചിക്കൊരു പണിയും കിട്ടി. റിംഗ് ലൈറ്റ് അടിച്ചു പോയിരുന്നു ഗൈസ്. കത്തിക്കൊണ്ടിരുന്ന റിംഗ് ലൈറ്റ് ആയിരുന്നു. ഹസ്ബൻഡ് വന്നിട്ട് എന്തോ ഒന്ന് അതിൻ്റെ മോഡൊന്ന് ചേഞ്ച് ആക്കി കൊടുത്തതാണ്. അത്ര മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ റിംഗ് ലൈറ്റ് വർക്കാവുന്നില്ല. അങ്ങനെ ലൈറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റിംഗ് ലൈറ്റ് സെറ്റായി എന്ന് പറഞ്ഞു കേട്ടോ എന്നോട്. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് കറക്റ്റ് ആ ഒരു മേക്കപ്പിൻ്റെ ഒരു എന്താ പറയുക ഫിനിഷിങ്ങും മൊത്തത്തിൽ എനിക്ക് മനസ്സിലായത്. ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക്. അതുപോലെ തന്നെ ജ്വല്ലറി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എൻ്റെ കല്യാണത്തിന് പോലും ഇത്ര ഹെവി ആയിട്ടുള്ള ജ്വല്ലറീസ് ഒന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് അങ്ങനെ നമുക്ക് ഓരോ മൂഡല്ലേ.
ആ ഒരു ടൈം കുറച്ച് മിനിമലായിട്ട് മതി, ആ ഒരു ഫീലായിരുന്നു. പക്ഷെ പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ചൊരു ഹെവി ആക്കായിരുന്നു അല്ലേ. ഞാൻ എന്നിട്ട് പലരോടും പറയും ഭയങ്കരമായിട്ട് മിനിമലാക്കണ്ട, ശരിക്കും ആലോചിച്ചെന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മേക്കപ്പ് ഒക്കെ ചെയ്തതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഈ ഒരു ഗ്രീൻ പേസ്റ്റൽ ഗ്രീനും പേസ്റ്റൽ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുള്ള ഈ ഒരു മാലയും അതുപോലെ ഇയറിങ്സ് ഒക്കെ ആയിരുന്നു. ബാംഗിൾസ് ആയാലും ആ ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. ഈ ഒരു ജ്വല്ലറീസിൻ്റെ കളറും ഷെയ്ഡൊക്കെ നമ്മുടെ ഐറ റെൻ്റൽ ഷോപ്പിൽ അവർ തന്നെയാണ് നമുക്ക് ചൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നതും. നമ്മുടെ ഔട്ട്ഫിറ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ അവർ കറക്റ്റ് നമുക്ക് വെച്ച് മാച്ചിങ് ഏതാന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഈ ഷോപ്പ് വന്നിട്ടുള്ളത് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് ബിൽഡിങ്ങിൽ മുകളിലത്തെ നിലയിലുള്ള ഐറ റെൻ്റൽ ഷോപ്പാണ് കേട്ടോ. അവിടെ ഔട്ട്ഫിറ്റ്സും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഏത് കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ടുള്ള ഏത് തരത്തിലുള്ള ജ്വല്ലറീസും അവൈലബിൾ ആണ്. ഭയങ്കര അഫോർഡബിൾ റേറ്റ് മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിത് ഇറങ്ങാൻ നേരത്ത് വീണ്ടും മഴ തുടങ്ങി കേട്ടോ. ആ നേരം ചേച്ചി ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞതാ. അങ്ങനെ ബ്രെഡ് ടോസ്റ്റും നല്ല അടിപൊളി ചായയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. വിഷമോണ്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടെ, സത്യം പറഞ്ഞാൽ ഞാൻ അതേപോലെ അങ്ങോട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴ ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ബൈക്കാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, കാർ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ എങ്ങനെ പോകുന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. ഇത് ചേച്ചിയുടെ മോളാണ് കേട്ടോ. അങ്ങനെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ മറ്റ് സാധനങ്ങളെല്ലാം ചേച്ചിയുടെ വീട്ടിലൊക്കെ വെച്ചിട്ട് ഞാനും അപ്പും കൂടെ ഏട്ടൻ ഡ്രോപ്പ് ചെയ്ത് തന്നു. പിന്നെ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ ലൊക്കേഷനിലോട്ട് പോയിരുന്നത്. അങ്ങനെ ഇതാണ് കേട്ടോ, ഈ ഒരു വീട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഒരു വീട്ടിൽ വന്നിട്ട് ഒരുപാട് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അവിടെയുള്ളവർ അധിക പേരും ഷൂട്ടിനായിട്ട് ഇങ്ങോട്ടാണ് വരാറ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ വന്നിട്ട് അനു ഫോട്ടോഗ്രാഫി എന്നാണ് ആളുടെ പേജിൻ്റെ പേര്. ആളുടെ പേര് അൻവർ എന്നാണ് കേട്ടോ. ലൊക്കേഷൻ വന്നിട്ട് ഞാൻ പറഞ്ഞ ഏതായിരുന്നു സ്ഥലം ഞാൻ മറന്നുപോയി ഗൈസ്. മേലാറ്റൂർ കേട്ടോ, മേലാറ്റൂർ തന്നെയാണ്. നല്ല അവിടെ പേജ് ഒന്ന് നോക്കിയാൽ കാണാം, നല്ല ഫോട്ടോസാണ്. കൊളാബ് ഷൂട്ടും കാര്യങ്ങളും അല്ലാണ്ട് നമുക്ക് ഈ ഓണം ഷൂട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി. അവരുടെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഷൂട്ടൊക്കെ ചെയ്ത് തരും. പിന്നെ വന്നിട്ട് ലൊക്കേഷൻ അതാന്ന് കരുതി നമുക്ക് എവിടെ വേണമെങ്കിലും വരും കേട്ടോ. ആള് കാലിക്കറ്റും അതുപോലെ തന്നെ കൊച്ചിയൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ്. അടിപൊളിയായിട്ട് റീൽസൊക്കെ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആൾ എനിക്ക് ഒരുപാട് പോസസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എനിക്കറിയാവുന്ന രീതിക്ക് ഞാനും പോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാനിതേ പോസ് ചെയ്തൊക്കെ നിൽക്കുകയാണ്. സംഭവം ഫസ്റ്റ് ടൈം ആയതുകൊണ്ടും നമുക്കൊരു പരിചയക്കുറവുള്ളതുകൊണ്ടും എനിക്ക് ആദ്യം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സെറ്റായി. എനിക്കാണെങ്കിൽ എന്നെ കണ്ടിട്ടും മതിയാവുന്നില്ലായിരുന്നു ഗൈസ്. കാരണം ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കുറേ കാലമായില്ലേ, ഒരു 3-4 കൊല്ലമായല്ലോ ഇങ്ങനെയൊന്നും ഒരുങ്ങിയിട്ട്. അപ്പം ഞാൻ വീണ്ടും നോക്കുകയായിരുന്നു. എനിക്ക് ഒന്നാമത് എന്താ വെച്ചാൽ ജ്വല്ലറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എന്താണെന്ന് അറിഞ്ഞൂടാ, ഈ ഒരു ലുക്കിക്ക് എനിക്ക് ജ്വല്ലറി ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആണല്ലോ നമ്മുടെ ഔട്ട്ഫിറ്റിൽ. ഇതിൻ്റെ ആ ഒരു ഷെയ്ഡും എന്തോ സംതിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലേന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 2 ഔട്ട്ഫിറ്റാന്ന് പറഞ്ഞല്ലോ, ഈ 2 ഔട്ട്ഫിറ്റിലും ഏതാ നിങ്ങൾക്ക് ഇഷ്ടമായ, ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാണെന്ന് അതും പറയാം. അങ്ങനെ അവിടുത്തെ ഷൂട്ട് നമ്മൾ വേഗം തീർത്തിട്ട് നേരെ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് അവരുടെ തന്നെ ഒരു ടർഫ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ റൂം ഉണ്ടായിരുന്നു, അവിടെ വന്നിട്ട് നമ്മൾ ഔട്ട്ഫിറ്റൊക്കെ ചേഞ്ച് ചെയ്യാണ്. ഇനി ഒരു ഫോട്ടോഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഏതെങ്കിലും ഒരു ലേഡി കൂടെ വേണം. കാരണം അപ്പോനൊന്നും പറഞ്ഞു തരാൻ അറിഞ്ഞൂടാ, സാരി കേടായതാണോ നല്ലതായതാണോ ഒന്നും പറഞ്ഞു തരാൻ വയ്യല്ലോ. അപ്പോൾ എനിക്കാണെങ്കിലും സാരി ഇങ്ങനെ ഒന്നും ഉടുത്ത് ശീലമില്ല. സോ തട്ടിക്കൂട്ടായിട്ട് ഞാൻ ഉടുത്ത് വെച്ചതാണ്. ചേച്ചി പ്ലേറ്റ്സ് ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ബാക്കി എൻ്റെ പണിയാണല്ലോ ഇവിടെ എത്തിയിട്ട് റെഡി ആവുക എന്നുള്ളത്. സോ എനിക്ക് കഴിയും പോലെ ഞാനൊക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. ഈ ഒരു ഓർണമെൻറ്റ്സ് വന്നിട്ടും നമ്മുടെ ഐറ റെൻ്റൽ ഷോപ്പിൽ നിന്നുള്ളതാണ് കേട്ടോ. ഇതും എനിക്ക് അവരെന്നെ സെലക്റ്റൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇയറിങ്സും നെക്ക് പീസൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് നമ്മുടെ ഓണം ഫോട്ടോഷൂട്ടായിട്ട് ചെയ്തതാണ്. നമുക്ക് ഓണത്തിനേക്കായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ ഉടനെ തന്നെ വരുന്നതാണ്. ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ഔട്ട്ഫിറ്റിലാണ് ഞാൻ എടുത്തത്. എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. കാരണം എനിക്ക് എന്നെ തന്നെ മര്യാദയ്ക്ക് കാണാനും വയ്യല്ലോ. സോ അത് കാരണം എങ്ങനെ എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇങ്ങനെ പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ കറക്കിക്കൊണ്ടിരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്.
പിന്നെ വന്നിട്ട് മേക്കപ്പ് നമ്മൾ അത് തന്നെയാണ്, മേക്കപ്പ് ഒന്നും മാറ്റിയിട്ടില്ല. നമ്മൾ പൊട്ടൊന്ന് മാറ്റി ഹെയർ സ്റ്റൈലും ഒക്കെ സെയിം തന്നെയായിരുന്നു. അതിനനുസരിച്ചാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, രണ്ടിലേക്കും മാച്ച് ആവുന്ന രീതിക്ക്. അങ്ങനെ അതെ ഇനി നമ്മൾ പാടത്തിലോട്ട് ഇറങ്ങാൻ പോവാണ്. ഞാനൊട്ടും പാടത്തിലോട്ട് ഇറങ്ങുമെന്നൊന്നും വിചാരിച്ചില്ല. ഞാനാണെങ്കിൽ എൻ്റെ പുതിയ ലെതറിൻ്റെ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. എൻ്റെ ചെരുപ്പ് കാണാനില്ലായിരുന്നു ഗൈസ്, ചളിയിൽ പൂണ്ട് പോയിട്ട് ഒരുമാതിരി ഒരു അവസ്ഥയിലായിരുന്നു. ഭാഗ്യത്തിന് പൊട്ടിയില്ല. ഞാൻ വിചാരിച്ചു ഞാൻ വഴുതി വീണ് പൊട്ടുന്ന്. ഭാഗ്യത്തിന് ചെരുപ്പ് പൊട്ടിയിട്ടില്ല. ഞാൻ അതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. സാധാരണ ചെരുപ്പ് ഇട്ടാൽ പോയിട്ടുണ്ടായിരുന്നത്, അതന്നെ ഇട്ടാൽ മതിയായിരുന്നു. എൻ്റെ അഹങ്കാരം എന്ന് പറയാൻ വേറെ എന്ത്. അങ്ങനെ അതേ ഞാനും അപ്പുറത്ത് പശുവും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ കുറച്ച് സ്റ്റിൽസൊക്കെ എടുത്തു. പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും കുറച്ച് സ്റ്റിൽസൊക്കെ എടുത്തു കേട്ടോ. ഭാഗ്യത്തിന് ഡ്രസ്സിലൊന്നും ആയില്ല. എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ഡ്രസ്സിൽ കറിയാവോ എന്നുള്ളത്. ഞാനാണെങ്കിൽ മുട്ടറ്റം കയറ്റി വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. മഴ പേടിച്ചെടുത്തൊരു ഷൂട്ടായിരുന്നു കേട്ടോ. കാരണം മഴ ഇപ്പം പെയ്യും പിന്നെ പെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. ആ ടൈം ഭയങ്കര, എനിക്ക് തോന്നുന്ന എല്ലാ ജില്ലകളിലും ഭയങ്കര മഴയുള്ള ടൈമായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എൻ്റെ പ്രാർത്ഥന കൊണ്ട് മഴയിലൊന്നും പെടാണ്ട് തന്നെ നമുക്കെല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ ഒരുപാട് സ്റ്റിൽസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ വഴിയേ വരുന്നതാണ്. അങ്ങനെ എന്തൊക്കെയായാലും ഈ ഒരു ഷൂട്ട് കൊണ്ട് ഞാനും അപ്പോൾ ഒരുപോലെ പറഞ്ഞു, എന്താ വെച്ചാൽ നമുക്ക് ഒന്ന് രണ്ട് നല്ല കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റിയെന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിരുന്നു കേട്ടോ. നമ്മുടെ മേക്കപ്പ് ചെയ്യുന്ന ചേച്ചി ആയിക്കോട്ടെ, ചേച്ചിയുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, അൻവർ ആയിക്കോട്ടെ, എല്ലാവരും നല്ലൊരു എന്താ പറയുക കണക്ഷനായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ ഫുഡും കൂടെ കഴിക്കാനായിട്ട് പോയി. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്ന അവിടെ തന്നെ മേലാറ്റൂർ ഭാഗം ഒരു അൽമിയാമിയ എന്നെന്തോ പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് അൻവറാണ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. കിടിലൻ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഈ അടുത്തൊന്നും ബിരിയാണി ഞാൻ ഇത്രയും ടേസ്റ്റിൽ കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ പെരി പെരി അൽഫാമും ആയിരുന്നു കേട്ടോ. അത്ര അടിപൊളിയായിരുന്നു. അങ്ങനെ ദേ ഞങ്ങൾ നേരെ പിന്നെ ചേച്ചിയുടെ വീട്ടിലെത്തി. അവിടെ നിന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തു. ഇത് അവിടുത്തെ മോളാണ് കേട്ടോ. ആൾ നല്ല വർത്താനക്കാരിയാണ്. അങ്ങനെ അവരോടൊക്കെ ബായ് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് മഴയായിരുന്നു. ഹലോ, അപ്പം നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഞാൻ ദേ വീട്ടിലെത്തിയിട്ടോ. നല്ല മഴയായിരുന്നു. ഭാഗ്യത്തിൽ നമ്മൾ ഷൂട്ടൊക്കെ കറക്റ്റായിട്ട് വല്ലാണ്ടൊന്ന് ലേറ്റ് ആവാണ്ടൊക്കെ വൃത്തിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുവരെ മഴ വല്ലാണ്ടൊന്നും പ്രശ്നം ഉണ്ടാക്കിയില്ല. പിന്നെ അങ്ങോട്ട് മഴയായിരുന്നു. ഞങ്ങൾ ഫുൾ മഴയത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ എന്താ, ഇപ്പോൾ ഒരു 4 മണി 5 മണി ആകുമ്പോഴേക്ക് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നല്ല അടിപൊളിയായിട്ടുള്ള, എന്താ പറയുക, നമുക്ക് ഡ്രസ്സ് തന്നവരാണെങ്കിലും ഷൂട്ടിന് ജ്വല്ലറി എന്ന കൊണ്ടോട്ടി ഉണ്ടായിരുന്നുള്ള ഐറ ബുട്ടിക്കിലെ കേട്ടോ, ഐറ റെന്റൽ ഷോപ്പിലെ അവരാണെങ്കിലും ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് നല്ല കളക്ഷൻസ് എല്ലാം ഒക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറാമാൻ എടുത്ത് പറയണം, അടിപൊളി ആളായിരുന്നു കേട്ടോ. നമ്മൾ നല്ല സപ്പോർട്ടായിരുന്നു. നമുക്ക് നല്ല സ്റ്റിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് എടുത്തു തന്നിട്ടുണ്ട്. അൻവറാണ് കേട്ടോ പേര് ആളുടെ. മേലാറ്റൂരാണ് സ്ഥലം വന്നിട്ടുള്ളത്. പിന്നെ അവരുടെ പേജ് ഒക്കെ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ വീഡിയോയിൽ. അനു ഫോട്ടോഗ്രാഫി അങ്ങനെ എന്തോ ആണ് കേട്ടോ. എനിക്കിപ്പോൾ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. ഞാൻ പെട്ടെന്ന് ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് കരുതി. കാരണം കറക്റ്റ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പിന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു നേരെ പിന്നെ പോയിട്ടുണ്ടായിരുന്ന ചേച്ചിയുടെ വീട്ടിലേക്കാണ്. അതായത് നമുക്ക് മേക്കപ്പ് ചെയ്തെന്നെ ചേച്ചിയുടെ വീട്ടിലേക്ക്. ചേച്ചിയുടെ പേര് സാൻഡ്ര എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അത് തന്നെയാണ് കേട്ടോ. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്, സംസാരിക്കുന്നതൊക്കെ. പക്ഷെ അടിപൊളി വൈബായിരുന്നു. നമ്മൾ സെയിം വൈബ് എന്നൊക്കെ പറയില്ലേ, ഫുൾ ഒരുപാട് സംസാരിച്ചു. നമ്മൾ എന്തൊക്കെയോ നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ടോക്കൊക്കെ ഇടയിൽ വന്നപ്പോൾ ഒരുപാട് അതിനെപ്പറ്റി സംസാരിച്ചു. നമുക്ക് എന്താ പറയുക, ഒരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആളായാലും ആളുടെ ഹസ്ബൻഡ് ആയാലും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ മേക്കപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. അപ്പോൾ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഫോട്ടോസ് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഔട്ടൊന്നും ഞാൻ കറക്റ്റ് കണ്ടിട്ടില്ല. സോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ സൂൺ ഞാൻ അപ്ലോഡ് ചെയ്യാം, കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള നമ്മുടെ കുട്ടി ഒരു വ്ളോഗ് വന്നിട്ട്. അപ്പോൾ പിന്നെ വന്നിട്ട് ഇതെന്റെ ഫേസ് മൊത്തം ഒരു അടി കിട്ടിയ പരിവൊക്കെ തോന്നും. ഫുൾ ലിപ്സ്റ്റിക് ഒക്കെ പരന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ബൈക്കിലിരുന്നിട്ട് ഉറങ്ങി തൂങ്ങിയിട്ട് വീഴാൻ വരെ പോയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കഴിക്കാനുള്ള ആന്റിബയോട്ടിക്കും ഒരു മെഡിസിൻ ഉണ്ടായിരുന്നു. 2 ഉണ്ട്. അതിൽ 1 കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സെഡേഷനാണ്. അത് ഞാൻ ഉച്ചയാവുന്ന നേരത്തെ കഴിച്ച് നമ്മൾ പോരാനായിട്ട് വണ്ടി കയറി.
അത് കുടിച്ചു കഴിഞ്ഞ് ഫുള്ളൊരാട്ടാണ്. അങ്ങനെ ആടി എന്തൊക്കെയായാലും ഞാൻ ഇവിടെ വീഴാണ്ട് എത്തിയിട്ടുണ്ട്. പിന്നെ പാടത്തും ചെളിയിലും വരമ്പിലൊക്കെ ആയിരുന്നു. പിന്നെ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ട് എൻ്റെ റിലേറ്റീവിൻ്റെ, എൻ്റെ ഒരു കസിൻ ഫ്രണ്ടിൻ്റെ ആണ് കേട്ടോ. ആ ഒരു ഔട്ട്ഫിറ്റ് ആയാലും അടിപൊളിയായിരുന്നു. അതായിരുന്നു നമ്മുടെ ഒരു ധാവണി കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സ് വന്നിട്ട്. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. ഈ ഒരു അടിപൊളി ഷൂട്ടിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒത്തിരി 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 താങ്ക്സ്. അപ്പൊ അത്രയൊക്കെയുള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി അടക്കി പറക്കി വെക്കാനുണ്ട്. ഇന്ന് സൺഡേ ആയത് കാരണം എൻ്റെ പൊതുവേ ഉള്ള സൺഡേ നടക്കുന്ന കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. സോ ആ ഒരു കാര്യങ്ങൾ പെൻഡിങ് ആണ്, എല്ലാം പെൻഡിങ് ആണ്. ആദ്യം തന്നെ മുഖമൊക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം. ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. രാവിലെ ഇറങ്ങിയിട്ടുള്ളതാണ് നമ്മള്. രാവിലെ ഇറങ്ങി പറഞ്ഞാല് 4 മണിയൊന്നും കാണാത്ത ഞാനിപ്പോ 4 മണിയൊക്കെ കണ്ടു. 4 മണിക്ക് എണീറ്റ് പോയിട്ടുള്ളതാണ്. പിന്നെന്താ, ഇനിയിപ്പോ ഒന്ന് റെസ്റ്റ് എടുക്കണം. കാരണം ഭയങ്കര എന്താ പറയുക, ഒരുപാട് ട്രാവൽ ചെയ്തു. രാവിലെ തൊട്ടുള്ള ഒരു ഇതായത് കാരണം കുറച്ച് ക്ഷീണമുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി വന്നിട്ട്. അപ്പൊ എൻ്റെ ഒരു സൺഡേ ഇങ്ങനെ എടുത്ത് തീർന്നു. അപ്പോൾ മേലാറ്റൂര് ഭാഗമൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ചേച്ചീനെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക. നമുക്ക് അടിപൊളിയായിട്ട് നമ്മൾ പറയുന്ന പോലെയൊക്കെ സട്ടിലായിട്ടൊക്കെ മേക്കപ്പ് ചെയ്ത് തരുന്നതാണ്. അതുപോലെ ഞാൻ പറഞ്ഞ ബുട്ടിക്കായാലും അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് എൻഗേജ്മെന്റ് ആയിക്കോട്ടെ, വെഡ്ഡിങ്, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഡ്രസ്സസ് ആണെങ്കിലും റെന്റൽ ജ്വല്ലറീസ് ആണെങ്കിലും ഒക്കെ നല്ല കളക്ഷൻസ് ആണ്. ഞാൻ ഇട്ട് തന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അടിപൊളി ആന്റിക് പീസും ചെട്ടിനാട് ടൈപ്പ് നമുക്ക് നെക്ലേസ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇത് വെറുതെ പറയുന്നതല്ല. ഞാനിപ്പോൾ 1-2 തവണയായിട്ട് ഈ ഒരു കൊളാബിന് മുന്നേ ആയാലും ഞാൻ അവിടെ നിന്നാണ് 1-2 ഫംഗ്ഷൻസിനൊക്കെ ജ്വല്ലറി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് എടുത്തു തരുന്നുണ്ട്. റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നുണ്ട്. അവരുടെ അക്കൗണ്ട് നോക്കി കഴിഞ്ഞാൽ കാണാട്ടോ. ഞാൻ താഴെ മെൻഷൻ ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.